ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ ജുവല്ലേഴ്സ്. ഇവിടെ ഓരോ സ്വർണ്ണാഭരണത്തിലും ഏറ്റവും കുറഞ്ഞ പണിക്കൂലി രേഖപ്പെടുത്തുന്ന റീടാഗുകളുണ്ട്. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിധിയിലെ ആദ്യഘട്ടമായ വാരഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. മേടം രാശി. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മേടം രാശിക്കാർക്ക് ഈ വാരം കുടുംബത്തിലെ സന്തോഷാവസ്ഥ നിലനിൽക്കും. വാഹനപരമായും ഭൂമിപരമായും അഭിവൃദ്ധിപ്രദം. തൊഴിലിൽ എതിർപ്പുകൾ രൂക്ഷമാകാൻ ഇടയുണ്ട്. സഹായ മനസ്ഥിതിയുള്ള വ്യക്തികൾക്ക് ദോഷപ്രദമായിരിക്കുന്ന സമയമാണ്. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ദോഷപ്രദമായ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആലോചനയോടുകൂടി ഓരോ പ്രവൃത്തികളും തുടരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് ഈ വാരം ഉദ്യോഗ മേഖലയിൽ പ്രതീക്ഷിച്ച വിജയം കൈവരുമെങ്കിലും സാമ്പത്തിക പ്രയാസം അനുഭവപ്പെടും. കുടുംബത്തിൽ വലിയ രീതിയിലെ ദോഷങ്ങൾക്ക് സാധ്യതയില്ല. ബന്ധുജനങ്ങളാൽ ശ്രേയസ്സും പ്രതീക്ഷിക്കാം. ഭാര്യാഭർത്തൃബന്ധത്തിൽ അസ്വസ്ഥത നിഴലിക്കാൻ ഇടയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പോലീസ് സൈനിക രംഗത്തുള്ളവർക്കും ചികിത്സാ രംഗത്തുള്ളവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കൽ ലളിതാ സഹസ്രനാമ അർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മിഥുനം രാശി. മകയിരം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മിഥുനം രാശിക്കാർക്ക് ഈ വാരം കുടുംബ പ്രശ്നങ്ങൾക്ക് ശമനം വരുത്തുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വലിയ രീതിയിൽ തടസ്സങ്ങൾക്ക് ഇടയില്ല. തൊഴിലഭിവൃദ്ധി സാധ്യമാകും എങ്കിൽ കൂടി അസൂയാലുക്കളുടെ എണ്ണം വർദ്ധിക്കുക നിമിത്തം പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ കഴിയും. ആപത്ത് സാധ്യത കൂടുതലായി കാണുന്നതിനാൽ അസമയത്തുള്ള യാത്രകൾ പരമാവധി കുറയ്ക്കാനോ ഒഴിവാക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ പിൻവിളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കർക്കിടകം രാശി. പുണർദം നക്ഷത്രത്തിന്റെ അവസാന കാൽ ഭാഗവും പൂയവും ആയില്യ നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് ഈ വാരം തൊഴിലിൽ ഉയർച്ച സാധ്യമാകും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണപ്രദമാണ്. പ്രതീക്ഷിച്ച സഹായങ്ങൾ ലഭിക്കുകയും സാമ്പത്തിക പുരോഗതിയും ഫലമാണ്. കുടുംബാഭിവൃദ്ധി ഉണ്ടാകാമെങ്കിൽ കൂടി കലഹ സാധ്യതയും കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങളും ഉണ്ടായേക്കാം. സന്താനങ്ങളാൽ മനപ്രയാസത്തിനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി സർപ്പദൈവത്തെങ്കിൽ യഥാവിധി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ചിങ്ങം രാശി. മകം പൂരം ഉത്ര നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ചിങ്ങം രാശിക്കാർക്ക് ഈ വാരം ഉദ്യോഗരംഗത്തെ കഠിനാധ്വാനം വഴി നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെങ്കിൽ കൂടി സാമ്പത്തിക ഗുണം പൊതുവെ കുറവായിരിക്കും. കുടുംബക്കാരുമായി അകൽച്ചയുണ്ടാകാനും സാധ്യതയുണ്ട്. അപകടഘട്ടങ്ങളിൽ സുഹൃത് ബന്ധങ്ങൾ തുണയാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവെങ്കിൽ നീരാജനം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കന്നിരാശി. ഉത്ര നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രാ നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ കന്നിരാശിക്കാർക്ക് ഈ വാരം തൊഴിൽ മേഖലയിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും.
ഉത്തരവാദിത്വമേറിയ ചുമതലകളും ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും. കുടുംബപരമായും സാമ്പത്തികപരമായും വലിയ രീതിയിൽ ദോഷങ്ങൾക്ക് സാധ്യതയില്ല. വിദേശത്തിൽ ജോലി അനുഷ്ഠിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് പലവിധ ക്ലേശങ്ങൾ അനുഭവത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും വിമർശന സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിങ്കിൽ ലളിതാ സഹസ്രനാമ അർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. തുലാം രാശി. ചിത്ര നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചോതിയും വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ തുലാം രാശിക്കാർക്ക് ഈ വാരം തൊഴിൽ രംഗത്ത് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പലവിധ പ്രശ്നങ്ങളാൽ മനസമാധാനക്കുറവ് അനുഭവമാകാം. ബന്ധുവിരോധം ഫലമാണെങ്കിൽ കൂടി പങ്കാളിയുടെ ആത്മാർത്ഥ സഹകരണത്താൽ ദോഷഫലം പൊതുവെ കുറവായിരിക്കും. പ്രതിസന്ധികളെ ബുദ്ധിപരമായി നേരിടാൻ കഴിയും. വിദ്യാർത്ഥികൾക്കും അധ്യാപന രംഗത്തുള്ളവർക്കും പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി അഷ്ടാക്ഷര മന്ത്രമായ ഓം നമോ നാരായണായ എന്ന മന്ത്രം പതിവായി ജപിക്കുന്നത് ഗുണം ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഷവും തൃക്കേട്ട നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് ഈ വാരം കുടുംബത്തിൽ മംഗളകാര്യാലോചനയും ബന്ധുസമാഗമവും ഫലമാണ്. തൊഴിലിലും കാര്യമായ പുരോഗതി ഉണ്ടാക്കുവാൻ കഴിയും. വരുമാനപരമായി ദോഷമില്ലെങ്കിൽ കൂടി അപ്രതീക്ഷിതവും അനാവശ്യവുമായ ചിലവുകളാൽ സാമ്പത്തിക പ്രയാസം അനുഭവമാകും. ദാമ്പത്യ ക്ലേശവും അപകീർത്തിയും ഉണ്ടായേക്കാം. ആരോഗ്യപരമായും അത്ര കണ്ട് ഗുണപ്രദമല്ലാത്ത സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ദേവീക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ധനുരാശിക്കാർക്ക് ഈ വാരം കർമ്മമേഖലയിൽ ഉണർവ് പ്രകടമാകും. പുതിയ ചില സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും സജ്ജന ബഹുമാന്യതയ്ക്കും സാധ്യതയുണ്ട്. ബന്ധുസഹായവും കുടുംബജനാനുകൂലതയും ഫലമാണ്. യാത്രാക്ലേശവും ശാരീരിക ക്ലേശവും ഉണ്ടായേക്കാം. അപരിചിതരായ വ്യക്തികളിൽ നിന്നും അപകട സാധ്യതയും കാണുന്നുണ്ട്. ഇലക്ട്രോണിക്സ് രംഗത്തുള്ളവർക്കും ചികിത്സാ രംഗത്തുള്ളവർക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശ്രീ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിൽ അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് ഈ വാരം കുടുംബസുഖം ഉണ്ടാകും. അകൽച്ചയിലുള്ള കുടുംബങ്ങൾ യോജിക്കാനും മംഗളകാര്യ സിദ്ധിക്കും ഇടയുണ്ട്. തൊഴിലിലും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകാമെങ്കിൽ കൂടി കൗശലപൂർവ്വം അതിനെ നേരിടാൻ കഴിയും. സാമ്പത്തികമായി ഗുണപ്രദമല്ലാത്തതിനാൽ കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക തുടങ്ങിയവയെല്ലാം ഒഴിവാക്കണം. അനാവശ്യമായ ഭയം ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ ഇളനീർധാര വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ കുംഭം രാശിക്കാർക്ക് ഈ വാരം ഭാഗ്യപൂർണമായ അവസരങ്ങൾ തൊഴിലിൽ വന്നു ചേരാൻ ഇടയുണ്ട്. ആലോചനയോടുകൂടിയ തീരുമാനങ്ങളാൽ മാറ്റങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. കുടുംബപരമായി പക്ഷേ അത്ര കണ്ട് ഗുണപ്രദമല്ല. കലഹസാധ്യത കൂടുതലായി കാണുന്നതിനാൽ മനസ്സംയമനം പാലിക്കണം. നാൽക്കാലികളാലോ വാഹനങ്ങളാലോ ദോഷങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ഭഗവതിയെങ്കിൽ കഠിനമധുര നിവേദ്യ സഹിതം രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മീനം രാശി. പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശിക്കാർക്ക് ഈ വാരം കുടുംബപരമായുള്ള പ്രശ്നങ്ങൾക്ക് കുറവുണ്ടാവുകയും കാര്യജയം സിദ്ധിക്കുകയും ചെയ്യും. തൊഴിലിൽ തടസ്സങ്ങൾ ഉണ്ടാകാമെങ്കിൽ കൂടി കഠിനാധ്വാനത്തിലൂടെ മാറ്റിയെടുക്കാനും കഴിയും. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപകീർത്തികരങ്ങളായ കാര്യങ്ങൾ കേൾക്കാൻ ഇടയുള്ളതിനാൽ അതീവ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. വീട്ടമ്മമാർക്കും ഉദ്യോഗസ്ഥരായ സ്ത്രീകൾക്കും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ്. ദോഷപരിഹാരാർത്ഥമായി ശിവങ്കിൽ ആയുസ്സുക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും.